ഹലോ, അസ്സലാമു അലൈക്കും. നഹലാസിയ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഉഴുന്നുവട. ഉഴുന്നുവട പറയേ. ഉഴുന്നുവട. So this is Indian style donuts. Let's try one. This is the crackers. It doesn't need cream. It's cream with chutney. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന്. ഉഴുന്നുവട റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ ഫ്ലോപ്പായെങ്കിലും പിന്നീട് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഐഡിയുടെ ബാറ്ററാണ് കേട്ടോ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. തന്നെ ഒരു പ്ലേറ്റിൽ ഞാനതൊന്ന് സ്ക്യൂസ് ചെയ്ത് നോക്കി കേട്ടോ. അത് സ്ക്യൂസ് ചെയ്താൽ മനസ്സിലായി പ്ലേറ്റിൽ ഇടാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് ഓയിൽക്കാണ് ഇടേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ സ്ക്യൂസ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഓയിൽക്ക് എങ്ങനെ ഇടേണ്ടതെന്നുള്ളത് ശരിക്കും എനിക്കറിയില്ലായിരുന്നു. അതിൽ ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനത് നോക്കിയത്. ഫസ്റ്റത്തെ ഉഴുന്നുവട ശരിക്കും എന്താ പറയുക, ഒരു ഉണ്ണിയപ്പം പോലെയൊക്കെ റൗണ്ടിലാണ് വന്നത് കേട്ടോ. ഭയങ്കര ഒരു കട്ടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും കോൺഫിഡൻസ് കുറച്ചില്ല. ഞാനത് മറിച്ചിട്ട് നോക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നീട് ഞാൻ എണ്ണ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ചൂടായ സമയത്ത് അതിൻ്റെ ഒരു പ്രസ് ചെയ്യുന്ന സാധനമുണ്ട്, അത് ഡയറക്റ്റ് ചെറുതായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺ ആക്കി കൊടുത്തപ്പോൾ ആണ് മനസ്സിലായത് ശരിക്കും ഉഴുന്നുവടൻ്റെ റൗണ്ട് ആ ഒരു ഓട്ട ഉണ്ടല്ലോ, ആ ഓട്ട കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ഈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഡൗൺ ആക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ടൈപ്പ് റൗണ്ട് ഷേപ്പ്, നമുക്ക് ഉഴുന്നുവട റൗണ്ട് ഷേപ്പ് കിട്ടുന്നത്. അതിനുശേഷം എല്ലാ ഉഴുന്നുവട ഇതേപോലെ ഞാൻ സ്ക്യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ആവുന്ന സമയത്ത് മറിച്ചിട്ടിട്ട് ആസ് യൂഷ്വൽ മറിച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഉഴുന്നുവട ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഐഡിയുടെ ഈ ബാറ്റർ വാങ്ങി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റ്. എൻ്റെ ഉഴുന്നുവട അത്ര ഫെയറൊന്നുമില്ല കേട്ടോ, പക്ഷേ ഈ ഒരു ഉഴുന്നുവട എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. ചട്നീൻ്റെ കൂട്ടൊക്കെ നല്ല ചട്നിയോ അല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹല.